GST ഉപയോഗിച്ചിട്ടുള്ള സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പർച്ചേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലേക്ക് പോകുന്നു. സെയിം പർച്ചേസ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നവർ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലേക്ക് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ചിലപ്പോൾ സെയിൽസ് വരാം, പേയ്മെൻറ്റ് വരാം, വേറെ എന്തെങ്കിലും വരാം. നമ്മളിപ്പോൾ പേയ്മെൻ്റ് ആണ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ F8 അടിച്ചിട്ട് F8 പ്രസ് ചെയ്താലാണ് നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്യാൻ പറ്റുക. F8 ആണ് സെയിൽസ്. ഓക്കെ, എന്നാൽ ഞാൻ ഇവിടെ ഒരു ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള സെയിൽ. ഫസ്റ്റ് ഡേറ്റ് നമ്മൾ നോക്കിയിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്തു, 1/5 ആക്കി. ഇൻവോയ്സ് നമ്പർ 1 തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇൻവോയ്സ് നമ്പർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. പിന്നെ റെഫറൻസിലും ഇൻവോയ്സ് നമ്പർ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിനി കമ്പനി ക്രിയേറ്റ് ചെയ്യണം. പാർട്ടി അക്കൗണ്ട് നെയിം ഇവിടെ എന്താണ്, 123 ആൻഡ് കമ്പനി എന്നാണ് ഞാൻ എൻ്റെ ഈ സെയിൽസ് ചെയ്ത കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മൾ Alt C അടിച്ചിട്ട് 123 ആൻഡ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. 123 ആൻഡ് കമ്പനി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് എന്താണ്, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടിയാണ്, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അസറ്റാണ്, നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ളതാണ്. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ ചെയ്യാം. നമുക്ക് പിന്നെ സ്റ്റേറ്റ് കേരള തന്നെയാണ്, കേരള കൊടുക്കുക. ഇവിടെ നമുക്കൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മളതിവിടെ ആക്റ്റീവ് ചെയ്ത് കൊടുത്തുകൊണ്ടതാണ്. F12 അടിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് S കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അത് നോ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടില്ല. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് F12 അടിച്ചിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല, അപ്പോൾ നമുക്ക് നോ കൊടുക്കാം. ഓക്കെ, ബാക്കി നമ്മൾ നോർമൽ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ നമ്മൾ GST നമ്പർ കൊടുക്കും, റെഗുലർ കൊടുത്ത് GST നമ്പർ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ എൻ്റർ അടിച്ച് പോകുന്നു. ഇവിടെ ഒരു ഓർഡർ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർഡർ നമ്പർ റെഫറൻസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ തന്നിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം, അതിൻ്റെ ഡേറ്റും അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. ഇവിടെ നമ്മൾ സെയിൽസ് ലെഡ്ജർ ഞാൻ ഓൾറെഡി സെയിൽസ് GST ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കൺട്രോൾ എൻ്റർ അടിക്കാൻ പോവാണ്. Alt C ആണ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കൺട്രോൾ എൻ്റർ അടിച്ചാൽ അത് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്ന് കാണിച്ചു തരാണ്. സെയിൽസ് GST നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ്, ഇത് ഇൻട്രാസ്റ്റേഡ് സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് GST എന്ന് കാണിക്കുന്നു, മറ്റേത് സെയിൽസ് IGST എന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻവെൻറ്ററി എഫക്റ്റഡ് S കൊടുക്കണം, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണം, GST അപ്ലിക്കബിൾ കൊടുക്കണം. ഓക്കെ, പിന്നെ GST ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം. കൊടുക്കേണ്ടത് ടൈപ്സ് ഓഫ് സപ്ലൈ, ഗുഡ്സ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഗുഡ്സാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് സെയിൽ ചെയ്യുന്നത് നോക്കുക. നമ്മൾ ഇൻവോയ്സ് നോക്കിയിട്ട് നമ്മളിപ്പോൾ സാംസങ് മൊബൈലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈൽ സെലക്ട് ചെയ്യുന്നു. 2 പീസ് അവിടെ നിങ്ങൾക്ക് കാണാം, ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉള്ളതാണ്. നമ്മൾ ഒരു പീസാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് കാണിക്കുക 15,000 രൂപക്ക്. നമ്മൾ 15,000 രൂപ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ അടിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സെൽ ചെയ്യുന്നത് എന്താണ്, ഡെൽ കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഡെൽ കമ്പ്യൂട്ടർ എന്ന് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വെറും കമ്പ്യൂട്ടർ എന്നാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, 2-3 കമ്പ്യൂട്ടറൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻ്റർ അടിക്കുന്നു. അവിടെ ഇനി ഐറ്റംസ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഒരു എൻ്റർ കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻ്റർ കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലെഡ്ജറിലേക്ക് പോകും. ഓക്കെ, ഒരു എൻ്റർ കൂടെ അടിക്കുക, നമ്മൾ നേരെ ലെഡ്ജറിലേക്ക് പോകുന്നു. നമ്മളവിടെ ലെഡ്ജർ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, CGSTയും SGST. നമ്മളിത് ഓൾറെഡി CGST ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് പോസ്റ്റ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എമൗണ്ട് നമുക്ക് രണ്ടും കൂടി CGST ഒന്നിന് 9ഉം ഒന്നിന് 6ഉം ആണ്, പക്ഷേ അത് ടോട്ടൽ ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് SGSTയും അതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തപ്പോൾ എമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് വന്നു, കറക്റ്റ് എമൗണ്ട് വന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുക, ടോട്ടലും കറക്റ്റായി. നമ്മൾ എന്താണോ ഇൻവോയ്സിലുള്ള ടോട്ടൽ അപ്പോൾ നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, സെയിൽസ് പോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പോർട്ട്സിൽ പോയിട്ട് സ്റ്റോക്ക് സമ്മറി നോക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ പർച്ചേസ് ചെയ്തതിൽ നിന്നുള്ള കമ്പ്യൂട്ടർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സാംസങ് മൊബൈൽ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൊബൈലും കുറഞ്ഞു, അപ്പോൾ അത് സെയിലായിപ്പോയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് നോക്കാം, അതായത് സംസ്ഥാനത്തിന് പുറത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് വൗച്ചേഴ്സിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻവോയ്സ് നോക്കുക, സെയിൽസ് ഇൻവോയ്സ് ഇൻട്രസ്റ്റേറ്റ് സെയിലാണ്. നമ്മൾ ഡേറ്റ് നോക്കുക, ഡേറ്റ് മാറ്റുക, കറക്റ്റ് ഡേറ്റ് ആക്കി. ഇൻവോയ്സിൽ എന്താണോ ഡേറ്റ് നമ്മൾ ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവോയ്സിൻ്റെ നമ്പർ 2ആണ്, അത് ചെയ്യുന്നു. ഓക്കെ, അത് 2 ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി 789 ആൻഡ് കമ്പനിയാണ്, അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, 789 ആൻഡ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കമ്പനി ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർ എന്ത് കൊടുക്കണം, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്, ഇത് സെയിൽസ് ആണ്, അപ്പോൾ ഡെപ്റ്റേഴ്സ് കൊടുക്കുക. അതൊക്കെ ബാക്കിയെല്ലാം അതുപോലെ. പിന്നെ നമ്മൾ കൺട്രി സ്റ്റേറ്റ് മാറ്റണം. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, കർണാടകയാണ് ഞാനിവിടെ ഇത് സെയിൽ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് നിർബന്ധമായിട്ട് മാറ്റണം, അത് GSTയിൽ മാറ്റം വരേണ്ടതാണ്. അപ്പോൾ സ്റ്റേറ്റ് മാറ്റുക, അവിടെ റെഗുലർ തന്നെയാണ് ഈ GST നമ്പർ സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ വേറെ ഒന്ന് ഓർഡർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അവർ എന്തെങ്കിലും സാധനത്തിന് ഓർഡർ നമ്പർ അയച്ചു തരും, ചിലപ്പോൾ ആ നമ്പർ പർച്ചേസ് ഓർഡർ നമ്പർ ഉണ്ടെങ്കിൽ അത് അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യണം, സെയിൽസിൽ അടിച്ചിട്ട് നമ്മൾ പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് സെയിൽസ് IGST എന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് IGST എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അണ്ടർ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, സെയിൽസ് അക്കൗണ്ട് ആണ്. ഓക്കെ, പിന്നെ ഇൻവെൻട്രി എഫക്റ്റ് എസ് കൊടുക്കുന്നു, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു, GST അപ്ലിക്കബിൾ ആണ്, അവിടെ അപ്ലിക്കബിൾ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സപ്ലൈ ഗുഡ്സ് കൊടുക്കുന്നു, എന്നിട്ട് എൻ്റർ അടിക്കുന്നു. ഓക്കെ, സേവ് ആയി. നമ്മളപ്പോൾ എന്നിട്ടത് സെയിൽസ് IGST നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ എന്താണ് ഇനി ഐറ്റത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നമ്മൾ ടാബ്ലറ്റാണ് വെക്കുന്നത് ഒരു പീസ്. ഓക്കെ, 10,000 വെക്കുന്നു. അപ്പോൾ നമ്മൾ 10,000 അവിടെ ഒരു 0 കുറഞ്ഞു വരുന്നത് ടൈപ്പ് ചെയ്താൽ. ഓക്കെ, നമ്മളത് കറക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് 10,000 ആണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10,000 അടിച്ചു കൊടുക്കുന്നു, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി ഐറ്റംസ് അടിക്കാനില്ലെങ്കിൽ ഒരു എൻ്റർ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഐറ്റംസ് ഇല്ല. നമ്മൾ ലെഡ്ജറിലേക്ക് പോകുന്നു. നമുക്ക് എന്താണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്, IGST. അപ്പോൾ IGST എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മളത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് IGST. അപ്പോൾ നമ്മുടെ എമൗണ്ടും കറക്റ്റ് വന്നു, ടോട്ടലും കറക്റ്റായി, 11,800 കറക്റ്റായി. എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സെയിൽസ് ഇപ്പോൾ റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് സമ്മറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് അത് കുറഞ്ഞിട്ട് കാണാം. നമ്മൾ സെയിൽ ചെയ്ത ക്വാണ്ടിറ്റി കുറഞ്ഞു, പിന്നെ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 2 സെയിലും പോസ്റ്റ് ചെയ്തു, പർച്ചേസും പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റിപ്പോർട്ട്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓപ്പണിംഗ് സ്റ്റോക്കൊന്നുമില്ല, നമ്മുടെ പർച്ചേസും ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം വിറ്റിട്ടില്ല, അതിൻ്റെ എമൗണ്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസും കാണാം, സെയിലും പർച്ചേസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നമുക്കിനി പർച്ചേസ് ലെഡ്ജറിലൊന്ന് പോയി നോക്കിയാൽ നമുക്ക് അക്കൗണ്ട് ബുക്കിൽ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സിൽ പോയാൽ സെയിൽസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ രജിസ്റ്റർ കാണാം. പർച്ചേസ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ നമ്മൾ പർച്ചേസ് ചെയ്തത് കാണാം, ABC കമ്പനിയിൽ നിന്നും. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിനി ഒരെണ്ണം റിട്ടേൺ കൊടുക്കുന്നത്. ഓക്കെ, ഒരു മൊബൈലാണ് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത്, നമ്മളിനി ആ മൊബൈൽ തിരിച്ചു കൊടുക്കാൻ പോവാണ്, അതായത് പർച്ചേസ് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോവുക. ഞാനൊരു സാമ്പിൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മൊബൈലിൻ്റെ. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോയിട്ട് അതായത് നോർമലി നമ്മൾ പോകുന്ന പോലെ തന്നെ ട്രാൻസാക്ഷൻ ഇടയിൽ ഇവിടെ നമുക്ക് ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത് പർച്ചേസ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും. ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് എനേബിൾ ആക്കാൻ വേണ്ടി F11 ഫീച്ചേഴ്സിൽ പോയിട്ട് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുക്കുക. ഓക്കെ, അക്കൗണ്ടിങ് ഫീച്ചേഴ്സിന് നിങ്ങൾ എൻ്റർ പോയിട്ട് നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ അവിടെ കാണാം ഇൻവോയ്സിങ്ങിൽ എനേബിൾ ഇൻവോയ്സിങ് എന്നുള്ളത് SS ആണ്. അതിനുശേഷം യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ള S കൊടുക്കുക. അതിൻ്റെ താഴത്തുള്ള റെക്കോർഡ് ക്രെഡിറ്റ് നോട്ടും അത് രണ്ടും S കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്റ്റീവായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് ഡെബിറ്റ് നോട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, ക്രെഡിറ്റ് നോട്ട് ആക്റ്റീവ്. ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾ Ctrl F9 അടിച്ചാലും ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്യാം. ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്പർ അവിടെ ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ. നമ്മൾ 111 എന്ന് പറയുന്ന ഒരു ഇൻവോയ്സ് നമ്പറിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴുള്ള ഇൻവോയ്സ് നമ്പറാണത്, ആ കറക്റ്റ് ഇൻവോയ്സ് നമ്പർ. പിന്നെ അതിൻ്റെ ഡേറ്റും അവിടെ കൊടുക്കുക. ഓക്കെ, അതായത് ഒറിജിനൽ ഇൻവോയ്സിൻ്റെ ഡേറ്റ്, നമ്മൾ എപ്പോഴാണോ ഈ സാധനം വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ഡേറ്റും കൂടി കൊടുക്കുക. എൻ്റർ അടിക്കുക. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഇൻവോയ്സ് 111. ഓക്കെ, അത് നമ്പർ ഞാൻ അടിച്ചു, ഡേറ്റും അടിച്ചു. ഇനി നമ്മൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് നമ്മളിവിടെ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ABC കമ്പനി. ABC കമ്പനിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ABC കമ്പനിയിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുന്നത്, അവർക്കാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എൻ്റർ അടിച്ച് പോയാൽ മതി. ഇവിടെ നമ്മൾ ഇത് GST ആണ്, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൻ്റെ റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് GST സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഐറ്റത്തിൻ്റെ അടുത്ത് എന്താണോ ഒരു മൊബൈൽ സെലക്ട് ചെയ്യുക. ഒരു മൊബൈലിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് വന്നിട്ടുണ്ട് 10,000. എൻ്റർ അടിക്കുക. ഓക്കെ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഒരു എൻ്റർ കൂടെ അടിച്ചിട്ട് നമ്മൾ GST പോസ്റ്റ് ചെയ്യണം. CGSTയും SGSTയും അത് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും, നമ്മളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 11,800 നമ്മുടെ ടോട്ടൽ വരേണ്ടത്, അത് വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 2 സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, സേവ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. eBay ബില്ലിൻ്റെത് GST ഡീറ്റെയിൽസ്, അത് എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം റിപ്പോർട്ട്സിൽ പോയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാനുള്ളത് മറ്റേ
കൺട്രോൾ F9 ആണ് പർച്ചേസ് റിട്ടേൺ. അതൊന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത് എന്താണ്? സ്റ്റോക്ക് വേണം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റോക്കിലൊന്നുമില്ല, നമ്മളുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് റിട്ടേൺ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെയിൽസ് റിട്ടേൺ ആണ്. ഞാനിവിടെ സെയിൽസ് റിട്ടേണിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻട്രസ്റ്റേറ്റ് ആണ്. നമ്മുടെ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളൊരു സാധനം വിറ്റിരുന്നു, അതാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഇത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ടാണ്. കൺട്രോൾ F8 ആണ് അതിൻ്റെ ഷോർട്ട് കീ. കൺട്രോൾ F8 അടിച്ച് കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേണിൻ്റെ ക്രെഡിറ്റ് നോട്ടിൻ്റെ പേജ് വരും. അവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഡേറ്റ് 1/15/6 ചെയ്തത്. പക്ഷേ ഇത് എഡ്യൂക്കേഷണൽ വെർഷൻ ടാലി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 1/7 ആക്കി മാറ്റുകയാണ് ആ ഡേറ്റ്. കാരണം ഒരു മാസത്തിൽ ചിലപ്പോൾ 2 എൻട്രി ഒക്കെ ഇതിലടിക്കാൻ പറ്റുള്ളൂ എഡ്യൂക്കേഷണൽ വെർഷൻ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ 1/7 അടിച്ചു. അത് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, നമ്മൾ ഏത് സെയിൽസിൻ്റെ ഇൻവോയ്സ് നമ്പറാണോ ആ ഇൻവോയ്സ് നമ്പർ അടിക്കുക, പിന്നെ ആ ഇൻവോയ്സിൻ്റെ ഡേറ്റ് അടിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണോ റിട്ടേൺ ആയിരിക്കുന്നത് അതൊക്കെ നോക്കി വെക്കുക ഐറ്റംസ്. എന്നിട്ട് നമ്മൾ നേരെ ആ ഡേറ്റ് കൂടെ അടിച്ചിട്ട് പാർട്ടി ലെഡ്ജറിൽ പോയിട്ട് പാർട്ടി സെലക്ട് ചെയ്യുക. 789 എൻ്റെ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുക. 789 കമ്പനി ഓൾറെഡി നമ്മൾ സെയിൽസ് അടിച്ച കമ്പനിയാണ്. അപ്പോൾ നമുക്ക് അവിടെ കമ്പനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. അവിടെ സെയിൽസ് GST ആണ്, ഇൻ്റർ സ്റ്റേറ്റ് ആണ്, ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഐറ്റം? ടാബ്ലറ്റാണ് നമ്മൾ അവർക്ക് വിറ്റിരിക്കുന്നത്. ആ സാധനം റിട്ടേൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐറ്റം ടാബ്ലറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ റിട്ടേൺ എടുത്ത സെയിൽസിൻ്റെ ഒരു ഇൻവോയ്സ് കൂടി നോക്കാം. നമ്മൾ വിറ്റിരിക്കുന്ന എമൗണ്ടിന് സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ അടിക്കുന്നത്. ഓക്കെ, 10,000 തന്നെ. അപ്പോൾ നമ്മളവിടെ ടാബ്ലറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, 1 പീസ് 10,000 എമൗണ്ട് അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടത് GST ആണ്. അപ്പോൾ നമ്മൾ GST സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എമൗണ്ട് വരും 11,800. ഓക്കെ, അപ്പോൾ എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് നോട്ടും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ, മറ്റേത് പർച്ചേസ് റിട്ടേൺ. നമുക്കൊന്ന് സ്റ്റോക്ക് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ റിട്ടേൺ എടുത്ത സാധനം നമ്മുടെ സ്റ്റോക്കിലുണ്ടാവും. കാരണം അത് നമ്മൾ സെയിൽ ചെയ്തു, പക്ഷേ അത് റിട്ടേൺ എടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ 20,000 കണ്ടതിൽ കുറഞ്ഞിട്ടുണ്ട്, 15,000 ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം 5,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ തിരിച്ചെടുത്തു. മറ്റേ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് കാണാം നിങ്ങൾക്ക് ആ വാല്യൂ. ഓക്കെ, അതാണ് എൻ്റെ പർച്ചേസ് കോസ്റ്റ്. അത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.